guys, welcome back to another episode of collegemunshi.com. അപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്, പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത് അടുത്ത കോഴ്സിന് ചേരാൻ വേണ്ടി നിൽക്കുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ BBA, അതായത് ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണുക. നിങ്ങൾക്ക് BBA പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന സ്കോപ്സ്, ഏത് സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യണം, എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ BBA എന്ന് പറയുന്നത് ഒരു 3 year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ്. അതിൽ 6 semesters ആയിരിക്കും വരിക. ഏതൊക്കെ സ്റ്റുഡൻസ് ഈ ഒരു BBA ഫീൽഡ് ചൂസ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ്, ബിസിനസ് സ്ട്രാറ്റജീസ്, ഓണ്ടർപ്രണർഷിപ്സ് പോലുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് BBA എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്ട്സ് ആണ് ഫിനാൻസ്, HR, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് BBA ചൂസ് ചെയ്യണം? BBA എന്ന് പറയുന്നത് കുറേ അധികം കരിയർ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. നിങ്ങൾക്ക് ബാങ്കിങ്, മാർക്കറ്റിംഗ്, HR പോലുള്ള ഒരുപാട് ഫീൽഡ്സിൽ ഈ ഒരു BBA കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതേപോലെ തന്നെ ഇതൊരു സ്ട്രോങ് ബിസിനസ് ഫൗണ്ടേഷൻ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡർഷിപ്പ്, മാനേജീരിയൽ സ്കിൽസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടും ഈ ഒരു കോഴ്സ് കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പോരാത്തതിന് ഇപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഒരു കോഴ്സ് ഒന്നും എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഐഡിയാസ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. എന്നാൽ ഇപ്പോൾ എന്ന് പറയുന്നത് അധികം ആളുകളും ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതേപോലെ തന്നെ ഓരോ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ട് ബിസിനസ് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബേസിക് നോളജ് കൃത്യമായിട്ട് വേണം. സോ നിങ്ങൾക്കൊരു ഓണ്ടർപ്രണർ നോളജ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് കാര്യങ്ങളെല്ലാം ഈ ഒരു കോഴ്സോട് നിങ്ങൾക്ക് പ്രൊവൈഡഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു BBA എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ അധികം ജോബ് റോൾസ് ചെയ്യാനായിട്ട് പറ്റുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്പെഷ്യലൈസേഷനോട് കൂടി തന്നെ BBA പഠിക്കാനായിട്ട് സാധിക്കും. അധികം കോളേജസിലും BBA പ്രൊവൈഡഡ് ആയിരിക്കുന്നത് BBA സ്പെഷ്യലൈസേഷൻ കോഴ്സുകളോട് കൂടിയാണ്. ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് HR ആവാനാണ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BBA ഇൻ HR സ്പെഷ്യലൈസേഷനോട് കൂടി, HR സ്പെഷ്യലൈസേഷനോട് കൂടി BBA ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏരിയ ഏതാണെന്ന് ഫസ്റ്റ് മനസ്സിലാക്കിയിട്ട് ആ ഒരു സ്പെഷ്യലൈസേഷനോട് കൂടി BBA എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ കരിയർ ഒക്കെ എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കും. എന്നാൽ നമുക്ക് കുറച്ച് ടോപ്പായിട്ട് നിൽക്കുന്ന BBA സ്പെഷ്യലൈസേഷൻസ് നോക്കാം. ഇനി നിങ്ങൾക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ കുറേ ഹൈ സാലറി ജോബ് റോൾസ് ഒക്കെ കിട്ടാൻ പോകുന്ന കുറച്ച് ഹൈ ഡിമാൻഡ് ഉള്ള BBA സ്പെഷ്യലൈസേഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. നമുക്കറിയാം ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ മാർക്കറ്റിംഗ്, സെയിൽസ് പോലുള്ള കാര്യങ്ങളും എപ്പോഴും ഡെവലപ്ഡ് ആയിരിക്കും. അപ്പോൾ അതിലോട്ടുള്ള വേക്കൻസീസും കൂടി വരും. സോ നിങ്ങൾക്ക് ബ്രാൻഡിങ്, അഡ്വർടൈസിങ്, സെയിൽസ് പോലുള്ള കാര്യങ്ങളിലാണ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BBA ഇൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് സ്പെഷ്യലൈസേഷനോട് കൂടി ചൂസ് ചെയ്യാൻ പറ്റും. അടുത്ത വരുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണ് ഫിനാൻസ് ആൻഡ് ബാങ്കിങ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിനാൻസ് റിലേറ്റഡ് ആണ്. ലൈക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഫീൽഡിൽ വരുന്നത്. BBA വിത്ത് ഫിനാൻസ് ആൻഡ് ബാങ്കിങ് ഉള്ള സ്പെഷ്യലൈസേഷനോട് കൂടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യം മുതൽ ഒരു ഇൻട്രസ്റ്റ് ഫിനാൻസിലാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഫീൽഡ് എപ്പോഴും അവോയ്ഡ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് കുറേ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. നെക്സ്റ്റ് ടോപ്പിൽ നിൽക്കുന്ന അടുത്തൊരു BBA സ്പെഷ്യലൈസേഷൻ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നമ്മൾ അധികം കേട്ട് വരുന്നൊരു കാര്യമാണ് HR മാനേജർ ആവണം, HR റിലേറ്റഡ് കോഴ്സ് പഠിക്കണം. നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം HR കോഴ്സ് പഠിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് BBA പഠിക്കുന്നതിൻ്റെ ഒപ്പം സ്പെഷ്യലൈസേഷൻ HR ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാം. ആൻഡ് ഇതിൽ മെയിനായിട്ട് വരുന്നത് റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ്, എംപ്ലോയി റിലേഷൻ പോലുള്ള കാര്യങ്ങളായിരിക്കും. അടുത്ത സ്പെഷ്യലൈസേഷൻ ആണ് ഇന്റർനാഷണൽ ബിസിനസ്. അപ്പോൾ ഇതിൽ ഗ്ലോബൽ ട്രേഡിങ്, ഗ്ലോബൽ ബിസിനസ്, അപ്പോൾ ഗ്ലോബലി ബിസിനസ് ചെയ്യുന്ന സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു ഫീൽഡിൽ വരിക. നമുക്കറിയാം ബിസിനസ്സുകൾ കൺട്രീസ് തമ്മിലൊക്കെ നടക്കുന്ന ടൈമാണ്. ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് ഇപ്പോൾ ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി MNCസിൽ വർക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഗ്ലോബലി കണക്ഷൻസ് കിട്ടാനും എളുപ്പമായിരിക്കും.
ഇനി അടുത്ത വരുന്ന ഒരു സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണ്. അതായത് BBA ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് നമ്മൾ കുറേ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിലും ഗ്രാജുവേറ്റ്സ് ആണെങ്കിലും പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലോട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും അധികം ഹൈ സാലറിയും അതേപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കണ്ടന്റ് മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാനേജിങ്, SEO പോലുള്ള കാര്യങ്ങളാണ് ഇതിൽ നിങ്ങൾ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇനി കുറേ അധികം സ്പെഷ്യലൈസേഷൻസ് BBAയിൽ തന്നെ ഉണ്ട്. സോ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏരിയ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യാനായിട്ട്. ആൻഡ് ഇനി നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യലൈസേഷനോട് കൂടിയാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ സ്പെഷ്യലൈസേഷനിൽ തന്നെയുള്ള MBA കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് അതേപോലെ തന്നെ കുറേ അധികം ജോബ് റോൾസ് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് ആ ജോബ് റോൾസ് എന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, HR മാനേജർ, ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, ഓൺടർപ്രണർ. ആൻഡ് ഇനിയും ഒരുപാട് ജോബ് റോൾസ് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ BBA എന്ന് പറയുന്ന കോഴ്സ് എപ്പോഴും എടുക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. ഇത് സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യണം, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏരിയ ഏതാണ്, അതേപോലത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ BBA എടുക്കാൻ വേണ്ടി പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പഠിക്കുന്നത്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് പോലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. കാരണം BBA എന്ന് പറയുന്നത് ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. അധികം സ്റ്റുഡൻസും ഈ ഒരു 3 ഇയർ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജോബിന് കയറണം, അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റിൽ വരുന്ന സ്റ്റുഡൻസ് ആയിരിക്കും അധികം പേരും. അപ്പോൾ നിങ്ങൾക്ക് പ്ലേസ്മെന്റ്സും ഇന്റേൺഷിപ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലോട്ട് കുറച്ചും കൂടി അതൊരു ബെനിഫിഷ്യൽ ആയിരിക്കും. ആൻഡ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യമാണ്, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവർക്ക് ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, റിയൽ വേൾഡ് എക്സ്പീരിയൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ, പിന്നെ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ, കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് പഠിക്കാനായിട്ടുള്ള ബെറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കേരളത്തിലെ കർണാടക, ബാംഗ്ലൂർ പോലുള്ള സ്ഥലത്തൊക്കെ ഒരുപാടുണ്ട്. സോ നിങ്ങൾ എപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണം, അല്ലെങ്കിൽ ഫ്രീ കരിയർ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.